മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഭാരതീയ പൈതൃകത്തിലെ ഗ്രന്ഥങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് തുടങ്ങിയത്. ശരിക്കും കൽപ്പശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു. കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്രം യാഗകർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥഭാഗമാണ്. ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിവരിക്കുന്നു. ഗൃഹ്യസൂത്രം ഒരു ഗ്രഹനാഥ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പിതൃമേധശാസ്ത്രം പിതൃമേധസൂത്രം മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ ശ്രൗതസൂത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശുൽഭസൂത്രം യാഗശാലയുടെ ഗണിതശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം ചേർന്നതാണ് കൽപ്പശാസ്ത്രം എന്ന് വിവരിക്കേണ്ടായി. പിന്നെ വൈദിക സാഹിത്യം എന്താണെന്ന് വിവരിച്ചു. വേദങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ആരണ്യക ഗ്രന്ഥങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഉപനിഷത്തുക്കളും ഇതാണ് വൈദിക സാഹിത്യം എന്ന് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഭാഷാശാസ്ത്രം വിവരിക്കുന്ന വേദാംഗങ്ങളെക്കുറിച്ച് വിവരിച്ചു. എങ്ങനെ വേദമന്ത്രം ചൊല്ലണമെന്ന ശിക്ഷാഗ്രന്ഥങ്ങൾ 18 എണ്ണം, ഇങ്ങനെ വേദത്തിലെ സംസ്കൃത വാക്കുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒറിജിനലി സംസ്കൃത വാക്കുകൾ എങ്ങനെയുണ്ടായി എന്ന് വിവരിക്കുന്ന നിരുക്തം, ആ വേദമന്ത്രങ്ങളുടെ ഋക്കുകൾ വൃത്തം വിവരിക്കുന്ന ഛന്ദശാസ്ത്രം, വേദമന്ത്രങ്ങളുടെ ഗ്രാമർ വിവരിക്കുന്ന വ്യാകരണം, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, ഇത് വിവരിക്കേണ്ടായി. അതിനുശേഷം ജ്യോതിഷം എന്ന വിഷയത്തെ വിവരിച്ചു. ജ്യോതിഷത്തിലെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, പ്രവചന ഭാഗം എന്നിങ്ങനെ 3 എണ്ണമുണ്ടെന്ന് വിവരിച്ചു. അതിനുശേഷം ഉപവേദത്തിലേക്ക് കടന്നു. ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ അർത്ഥശാസ്ത്രം വിവരിച്ചു. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം, യുദ്ധനീതികളെക്കുറിച്ചും യുദ്ധോപകരണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചു. സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗാന്ധർവവേദം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, നൃത്തശാസ്ത്രം എല്ലാം വരുന്നതാണ് ഗാന്ധർവവേദം എന്ന് വിവരിച്ചു. പിന്നെ അഥർവവേദത്തിൻ്റെ ഉപവേദമായ ആയുർവേദത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ ആയുർവേദത്തിൽ ന്യൂ ഏജ് തെറപ്പി എന്ന ശാഖ എത്ര ഭംഗിയായിട്ട് വരുന്നു എന്നൊരു ശ്ലോകത്തിലൂടെ ഇന്നലെ വിവരിച്ചു. ശരീര മനസ്സോ യോഗം പരസ്പരമനുവ്രജേത് ആധാര ആധേയഭാവേന സപ്താജ്യാഘടയോരിവ എന്നുള്ളത് വിവരിച്ചു. ഇന്ന് അതേ ആയുർവേദം വളരെ ഗംഭീരമായിട്ടുള്ള ആരോഗ്യം എന്താണ് എന്ന് വിവരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? നരോഹിതാഹാര വിഹാരസേവി സമീക്ഷ്യകാരി വിഷയേഷു അസക്ത ദാതാ സത്യപരാക്ഷമാവാൻ ആപ്തോപസേവീ ച ഭവത്യരോഗ. ശരിക്കും ഒരാൾ രോഗമില്ലാത്ത ആളാവണമെങ്കിൽ, ആരോഗ്യമുള്ളവനാവണമെങ്കിൽ എന്താ വേണ്ടത്? ഇതാണ് ശരിക്ക് ആയുർവേദത്തിലെ പ്രിൻസിപ്പിള്. നരോ ഹിത ആഹാര വിഹാരസേവി. ദേശവും കാലവും അനുസരിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യവും പ്രായവും അനുസരിച്ച് ഹിതമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭക്ഷണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അളവിൽ കഴിക്കുന്ന ആള്, ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യുന്ന ആള്. ആഹാരം ഹിതമായിരിക്കണം, വിഹാരം എക്സർസൈസ്, സമീക്ഷകാരി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷൻ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവണം. വിഷയേഷു അസക്ത, കുറേ അധികം തിന്നുന്നതിലും കുറേ അധികം അടിച്ചകത്തേക്ക് കയറ്റുന്നതിലും ബാഹ്യമായിട്ടുള്ള ആനന്ദം തരുന്ന പലതിലും പരിധിക്കപ്പുറം ഇൻവോൾവ്ഡ് അല്ലാത്ത ആൾ. നരോ ഹിതാഹാര വിഹാരസേവി സമീക്ഷ്യകാരി വിഷയേഷു അസക്ത ധാത
മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കാനും കഴിവുള്ള ഒരു മനസ്സുണ്ടാവുന്ന, തുറന്ന മനസ്സുള്ള, സത്യപര, ജീവിതത്തിൽ സത്യസന്ധനും ധർമ്മബോധമുള്ളവനുമായിരിക്കണം. അതൊക്കെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. സത്യപരാക്ഷമാവാൻ, വേണ്ടതിനും വേണ്ടാത്തതിനും ദേഷ്യപ്പെടുന്നവൻ ആവരുത്, ക്ഷമയുള്ളവനായിരിക്കണം. ഈ ക്ഷമ എന്ന് പറയുന്ന ആരോഗ്യത്തിന്റെ ലക്ഷണവുമായിട്ടാണ് ആയുർവേദത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ആപ്തോപസേവീച്ച ഭവതി അരോഗ. നല്ല പണ്ഡിതന്മാർ ആരോഗ്യത്തിന് എന്തെല്ലാം വേണം, മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും എന്തെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വ്യക്തമായിട്ട് ജീവിതത്തിൽ പകർത്തുന്ന ആൾ ഭവതി ആരോഗ്യം, അവര് ആരോഗ്യമുള്ളവരായിരിക്കും. അപ്പൊ ശരിക്ക് ശരീര മനസ്സോ യോഗം പരസ്പരം അനുവ്രജേത് എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്ററി ആണ് നരോഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിഷയേഷു അശക്ത ദാതാ സത്യപരാക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്യരോഗ. 8 ക്വാളിറ്റിയാണ് ആരോഗ്യമുള്ളവന് വേണ്ടിയിട്ട് ഉണ്ടാവേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതേപോലെ ഔഷധത്തെക്കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നത് യോഗാദവി വിഷം തീക്ഷ്ണം ഭവേത് വൈഷജ്യമുത്തമം വൈഷജ്യം അവിദുർയുക്തം ഭവേത് തീക്ഷ്ണം വിഷം. കറക്റ്റ് കോമ്പിനേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഏത് വിഷത്തിനെയും മരുന്നാക്കി മാറ്റാൻ സാധിക്കും. കറക്റ്റ് കോമ്പിനേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഏത് വിഷവും മരുന്നാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് ഒരു തരത്തിലെ വിഷം തന്നെയാണ്, അകത്തുള്ള വിഷത്തിനെ ചെറുക്കാൻ പുറത്തുള്ളത്. ആന്റി വെനം കൊടുക്കുന്നത് അകത്തുള്ള വിഷത്തിനെ ചെറുക്കാൻ വേണ്ടി പുറത്തുനിന്ന് വിഷം കൊടുക്കുകയാണ്. ധാരാളം പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇന്നും കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അകത്തുള്ള വിഷത്തിനെ ചെറുക്കാൻ പുറത്തുനിന്ന്. യോഗാദപി വിഷം തീക്ഷ്ണം ഭവേത് വൈഷജ്യമുത്തമം. അതൊരു ഉത്തമമായിട്ടുള്ള മരുന്നായി മാറും. വൈഷജ്യം നല്ലൊരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് അത് ദുരുപയോഗം ചെയ്താൽ ഭവേത് തീക്ഷ്ണം വിഷം, അത് തീക്ഷ്ണമായിട്ടുള്ള വിഷമായി മാറും. അപ്പൊ ശരിക്ക് കറക്റ്റ് കോമ്പിനേഷനിലൂടെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഉജ്ജ്വലമായിട്ടുള്ള പ്രയോജനമുള്ളതായിത്തീരും, അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആയിരിക്കും. അങ്ങനെ ധാരാളം വിഷയങ്ങൾ ആയുർവേദത്തിൽ വിവരിക്കുന്നുണ്ട്. അഥർവവേദത്തിന്റെ ഉപവേദമായിട്ടുള്ള ആയുർവേദത്തിന്റെ ആരംഭം അഗ്നിസംഹിത എന്ന ഗ്രന്ഥത്തിലൂടെയാണ് എന്ന് പറയുന്നു. അത് വികസിപ്പിച്ച് വേളസംഹിതയായി, അത് കുറെ കൂടി വികസിപ്പിച്ച് ശുശ്രുത സംഹിതയായി, അത് കുറെ കൂടി വികസിപ്പിച്ച് ചരക സംഹിതയായി, കുറെ കൂടി വികസിപ്പിച്ച് അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവുമായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ നാഗാർജുനനെ പോലെയുള്ളവരുടെ അടുത്ത് രസചികിത്സ, നമ്മുടെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ചികിത്സ വന്നു. ഇങ്ങനെ ആയുർവേദം നിരന്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴെത്ര ആയുർവേദ കമ്പനികളാണ് ഉള്ളത്? എല്ലാം ആയുർവേദം സ്റ്റഡി ആയിട്ട് പുരോഗമിക്കുന്നു, സ്റ്റാഗ്നന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത് 1950, 60, 70 കാലയളവില് സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചിരുന്ന മോഡേൺ മെഡിസിനുകൾ, മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്തിരുന്ന ടാബ്ലറ്റുകൾ, ഗുളികകൾ 1950, 60, 70 ഉപയോഗിച്ചിരുന്നതിൽ 90% ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് 50, 60 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മരുന്നുകൾ ഇന്ന് നിരോധിക്കപ്പെട്ടതിന്റെ ലിസ്റ്റിലാണ്. അതേസമയത്ത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ധന്വന്തരാരിഷ്ടവും ക്ഷാദ്രാരിഷ്ടവും അതുപോലെയുള്ള കഷായങ്ങളും അരിഷ്ടങ്ങളും ആസവങ്ങളും ഗുളികകളും ആയുർവേദത്തിലെ ഒരെണ്ണം പോലും നിരോധിച്ചിട്ടില്ല, ഇന്നും ഉപയോഗിക്കുന്നു. 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അശോകാരിഷ്ടങ്ങളും അതുപോലെ ധന്വന്തരാരിഷ്ടങ്ങളും എണ്ണകളും ഗുളികകളും വടകങ്ങളും എല്ലാം ഇന്നും അതിഗംഭീരമായിട്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നുകൾ എന്ന രീതിയിൽ. ആയുർവേദത്തിലെ എല്ലാ മരുന്നുകൾക്കും സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ മരുന്നുകൾ എന്ന അർത്ഥത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആയുർവേദം എത്ര മോഡേൺ ആണെന്ന് നോക്കാം. 2500 വർഷമായിട്ടും ഒരേ മരുന്നുകൾ നിലനിൽക്കുന്നു. അതിന്റെ പാക്കിങ്ങും മറ്റുള്ളതൊക്കെ അൾട്രാ മോഡേൺ ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു.
50ഉം 60ഉം വർഷം മുമ്പ് ഉണ്ടാക്കിയ മരുന്നുകളൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഭാരതീയ വീക്ഷണത്തിലെ ആരോഗ്യശാസ്ത്രം എത്ര ഗംഭീരാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മോഡേൺ മെഡിക്കൽ സിസ്റ്റം യൂസ്ലെസ് ആണെന്നല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതിന് വളരെയധികം പ്രയോജനമുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കാൻ മോഡേൺ മെഡിസിനും, രോഗം വരാതിരിക്കാൻ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ആയുർവൈദ്യം. ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട ശാഖയാണ് ആയുർവേദം. രോഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആയുസ്സും ആരോഗ്യവും നല്ല രീതിയിൽ വളർത്തിയാൽ രോഗം തന്നെ ഇല്ലാതെയാവും. അതാണ് ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് കൂടി അറിയാൻ സാധിക്കാം. ആയുർവേദം കഴിയുന്നതും ചില കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുക. നല്ല കമ്പനികളിലെ മരുന്നുകൾ ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. ആയുർവേദമായതുകൊണ്ട് സൈഡ് ഇഫക്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കുറെ കൂടുതൽ കഴിക്കുകയാണെന്നുള്ള രീതിയിൽ കഴിക്കാതിരിക്കുക. നല്ല അറിവുള്ളവരിൽ നിന്ന് മാത്രം ആയുർവേദത്തിൻ്റെ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കുക. ആയുർവേദം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്. അതേസമയത്ത് മോഡേൺ മെഡിസിൻ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് വിത്ത് സൈഡ് ഇഫക്റ്റ് ആണ് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.